friends, എല്ലാവർക്കും റോബോറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിപ്രോ സ്മാർട്ട് ബൾബിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ ഒരു ബൾബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൾബ് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫോണിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബൾബാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബൾബിന് വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. നമുക്ക് അതിനെ അലക്സ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ അലക്സ ഇല്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബൾബ്. അപ്പോൾ ഇതൊരു 9 വാട്ട്സിൻ്റെ ബൾബാണ്. ഇവിടെ കാണാം 9 വാട്ട്സിൻ്റെ ബൾബാണിത്. ഇതിനകത്ത് വൈറ്റ് ടേണബിൾ, കൂൾ ഡേ വൈറ്റ് ടു വാം വൈറ്റ്. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. RGB ലൈറ്റ് അല്ല, ജസ്റ്റ് വാമായിട്ടും കൂളായിട്ടുള്ളത്. ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സെറ്റ് ഷെഡ്യൂൾ ഓർ ടൈമറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. ഗ്രൂപ്പ് ഡിവൈസസ്, പിന്നെ നമുക്ക് ഇതിനൊരു ആപ്പ് വേണം, അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം. വർക്ക്സ് വിത്ത് IFTTT, അലക്സ ആയിട്ട് കണക്ട് ചെയ്യാം, ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. അതായത് നമുക്ക് യൂസർ മാനുവൽ കിട്ടും, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബ്. നമ്മുടെ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബൾബ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ സൈൻ ഇൻ ഒക്കെ ചെയ്യണം, നമ്മളതൊക്കെ ചെയ്തതാണ്. ഇതിനൊരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആഡ് എ ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ബൾബ് ലൈറ്റ് സോഴ്സ് വൈഫൈ ആണ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ലൊക്കേഷൻ ഒന്ന് ആക്സസ് ചെയ്യണം, അപ്പോൾ അതൊന്ന് ആക്സസ് ചെയ്യാം. ബ്ലൂടൂത്തും കൂടി ഒന്ന് ആക്സസ് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഡിവൈസിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ കാണിക്കുന്ന ഇവിടെ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. നമുക്ക് നമ്മുടെ ബൾബിനെ അതിൻ്റെ സോക്കറ്റിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബൾബിനെ ഒന്ന് 3 പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തിട്ട് വരാം. ഈ ഒരു ബൾബ് മിന്നി തുടങ്ങും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസിനെ സ്കാൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്കാൻ ആവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൾബിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഡൺ ഞെക്കാം. നമുക്ക് നമ്മുടെ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. എന്നിട്ട് ബെഡ് ലാമ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാമ്പിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബെഡ് ലാമ്പിൻ്റെ കളർ മാറുന്നതാണ്. ഇവിടെ ബ്രൈറ്റ്നസ് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു സംഭവത്തിൽ കൺട്രോൾ ചെയ്യാം. ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബൾബിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ അസിസ്റ്റൻറ്റ് സെറ്റിങ്സ്. Opening assistant settings. കുറച്ചുകൂടി താഴേക്ക് പോയിട്ട് ഈ ഒരു ഡിവൈസസ് ദാറ്റ് ആർ ലിങ്ക് ടു യുവർ അസിസ്റ്റൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് എ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെർച്ച് ബട്ടണിൽ നമ്മുടെ ആപ്പിൻ്റെ പേരടിച്ച് കൊടുക്കുക, വിപ്രോ. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു സൈറ്റിലേക്ക് നമ്മൾ പോകും. അവിടെ ആദ്യമായിട്ട് ആ ഒരു നമ്പറിൽ നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ അവിടെ നമ്മൾ ഈ ഒരു വിപ്രോ ആപ്പിന് സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക.
ബൾബ് ഓൺ ആക്കുവാനോ ഓഫ് ആക്കാനോ. പാസ്വേഡ് അടിച്ചു. ഇനി നമുക്ക് ലിങ്ക് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ലോഡിംഗ് എന്ന് കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓതറൈസിൽ ക്ലിക്ക് ചെയ്യുക. സൈനിങ് ഇൻ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ ആപ്പിനൊന്ന് ലിങ്ക് ചെയ്യാണ്. ഇപ്പോൾ അത് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അസിസ്റ്റൻറ്റിനോട് പറഞ്ഞാൽ മതി. നമുക്ക് ഈ ഒരു ബൾബിനെ എങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. Turn off the bulb. Got it. Turning the bed lamp off. Turn on the bulb. Sure. Turning on the bed lamp. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Decrease the brightness of the bulb to 50%. Sure. Setting the bed lamp brightness to 50%. നമ്മുടെ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബൾബിൻ്റെ ബ്രൈറ്റ്നസ് വീണ്ടും കുറഞ്ഞു. ഇത് കൂട്ടാം. Set the brightness of the bulb to 100%. All right. Setting the bed lamp brightness to 100%. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരേക്കും ടാറ്റാ, ബൈ ബൈ.